ഹായ് ആൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ഫ്രൈഡേ എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചക്കലത്തെ ശേഷമുള്ള കാര്യങ്ങൾ വായിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവരൊക്കെ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ഇവർ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. നമുക്കിന്ന് ഉച്ചക്കലേക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ എല്ലാ വെള്ളിയാഴ്ച അങ്ങനെ പുറത്തുനിന്നല്ല കേട്ടോ ഫുഡ് വാങ്ങിക്കുന്നത്. നമ്മൾ ഇന്ന് ഇമ്മിയും ഷാലിട്ടൊക്കെ നാട്ടിൽ പോകാനായിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് വാങ്ങിക്കുന്ന ഷോപ്പിലേക്കാണ് പോണത്. നമ്മൾ ലഹമന്തി വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത്. ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ നമ്മൾ പോയിട്ടുള്ള സമയം ഉച്ച സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം സമയം നമ്മളോട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ നമ്മൾ വരേണ്ട സമയത്ത് മുൻകൂട്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് നമുക്ക് ഇന്ന സമയത്ത് ഫുഡ് വേണം എന്നുള്ളത് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നേരത്തെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ മന്തി റൈസൊക്കെ വേറെ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും മട്ടൻ മന്തി വാങ്ങിക്കാൻ എപ്പോഴും വരുന്നത് ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ ഷോപ്പ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മന്തി കഴിക്കാനായിട്ട്. ചില ആളുകൾക്കൊന്നും അങ്ങനെ മട്ടൻ മന്തി കഴിക്കാൻ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. ഞാനും ആദ്യം അതുപോലെ തന്നെ എനിക്ക് മട്ടനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റൈസ് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ. അങ്ങനെ നമ്മൾക്കിതാ ഫുഡൊക്കെ കിട്ടി, നമ്മളിതാ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൾക്കൊരു 7-Upൻ്റെ ബോട്ടിൽ വാങ്ങി കൊടുത്തപ്പോൾ ആർക്കും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്, നല്ല വെയിലാണ്. ഇവിടെ കുറച്ച് 2 ആഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഭയങ്കരമായിട്ട് 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട്. കാരണം നമ്മൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങി വന്നപ്പോഴത്തേനും ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ഏകദേശം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. വീട്ടിലൊക്കെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനുണ്ടാകുന്ന ദിവസങ്ങളിലും അതുപോലെ സ്പെഷ്യലൊക്കെ ഉള്ള ദിവസമൊക്കെ നമ്മളിതുപോലെ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അധികവും ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴെ വിരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ കൂടുതലും ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ എമിക്കുട്ടി ഇതാ ഓപ്പൺ ആക്കിയ അപ്പം തന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് തിന്നിട്ട് അവനിങ്ങനെ കഴിയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ. അങ്ങനെ എല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രൈഡേ ആണല്ലോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണി ഒക്കെ 4:30 ഒക്കെ ആയ സമയത്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയത്. ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങും ഉണ്ട്. കാരണം ഇമ്മൊക്കെ നാട്ടിലേക്ക് പോകാനായതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിലേക്കും വാങ്ങിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ റൂമിലും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ജിദ്ദയിലുള്ള 5 റിയാൽ ഷോപ്പ് കാണിട്ടോ. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഏതെടുത്താലും 5 റിയാലേ ഉള്ളൂ. പക്ഷേ ചില സാധനങ്ങൾക്ക് മാത്രം വില കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അധികവും സാധനങ്ങൾക്കും 5 റിയാലാണ്. നമുക്കിതാ ഇതുപോലത്തെ ബൗൾസും പ്ലേറ്റ്സും ഒക്കെ ആയിരുന്നു കൂടുതലും വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഏതാ നല്ലതെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഇമ്മക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിവിടെ നെക്സ്റ്റ് വീക്കിൽ ഇവിടുത്തെ ഫൗണ്ടിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ റംലാനൊക്കെ ആയതുകൊണ്ട് തന്നെ റംലാൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി, നമുക്ക് ഇനി വാങ്ങണം റംലാനാകുമ്പോഴത്തേന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ എമിക്കുട്ടിക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വെച്ചോക്കെ. ഇതൊക്കെ ഇവിടുത്തെ ഫൗണ്ടിങ് ഡേൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇതാണുള്ളത്. റംലാൻ്റെയും അതുപോലെ ഫൗണ്ടിങ് ഡേൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഒരു സമയത്ത് എല്ലാ ഷോപ്പുകളിലും ഉള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. ഇത് ഇവരുടെ ഫ്ലാഗാണ് കേട്ടോ, ഇത് ഫൗണ്ടിങ് ഡേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ എമിക്കുട്ടിക്ക് ജസ്റ്റ് ഒരു ചെറിയ ഒരു കുപ്പായം പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട്. ഫൗണ്ടിങ് ഡേൻ്റെ എന്തൊക്കെയോ ആണ് അതൊക്കെ. പിന്നെ ഇതൊക്കെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ബൗൾസൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഫുള്ള് ഫ്ലവേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. പിന്നെ പണ്ട് നമ്മൾ നാട്ടിൽ ഉമ്മമ്മമാരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന തുണിയെന്ന് പറഞ്ഞിട്ട് ലാലു കാണിച്ചു തരികയാണ്. പിന്നെ ഇതാ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി
കൊടുത്തിരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് കിച്ചൺ ടവലൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ചും കൂടെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അടിപൊളി സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളും ബ്രഷും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതാ എമിക്കുട്ടി പോയിട്ട് സ്വീറ്റ് കോണും ജ്യൂസൊക്കെ വാങ്ങിച്ച് വരികയാണ് കേട്ടോ. നമ്മളെ കൂടെ കുറച്ച് സമയം ആൾ പർച്ചേസിങ്ങിന് ഉണ്ടായിരുന്നു. പിന്നെ മൂടൊക്കെ മാറി കുറുമ്പൊക്കെ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഓനും കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഓന് പോയിട്ട് സ്വീറ്റ് കോണൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ഇനി എമിക്കുട്ടിക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം, ഓനെ കുറച്ച് നേരം പോയിട്ട് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ ഉണ്ട് ഒരു അടിപൊളി വലിയ പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് സമയം പാർക്കിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ ആ വണ്ടിയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അതൊരു അടിപൊളി പാർക്കാണ് കേട്ടോ, നല്ല വലിയ പാർക്കാണ്, ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വന്നതിന് ശേഷം നമ്മളിവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വന്ന ഉടനെ തന്നെ എമ്മിമോന് കളിക്കാനായിട്ട് പോയി. പിന്നെ എല്ലാവരും മോൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ഒന്നാമത് ഫ്രൈഡേ ആണ്, അതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക്. അങ്ങനെ ഇതാ എമ്മിക്കുട്ടി ഏകദേശം എല്ലാ സംഭവങ്ങളിലും കയറിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വാട്ടർ ഡാൻസ് ആണ്. ഇവിടെ ഓരോ അരമണിക്കൂറിലാണ് തോന്നുന്നത് പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുള്ളതുകൊണ്ടാണ് ഞാനിത് മ്യൂസിക് ആഡ് ചെയ്യാത്തത്. വാട്ടർ ഡാൻസൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം എമി ഇതാ വീണ്ടും കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എമിയും ഇപ്പിയും ലാലും എല്ലാവരും കൂടിയാണ് കളിക്കുന്നത് അവൻ്റെ കൂടെ. അങ്ങനെ ഓരോരോ കാര്യത്തിൽ അവനക്കൊരു പേടിയില്ലാതെ ഇങ്ങനെ കയറിയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്നത്. കാരണം അവന് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവനക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. നമുക്കും അവൻ അങ്ങനെ എല്ലാത്തിനും വിടാനും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അവൻ ഇന്നിതാ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ കളിക്കുന്നത്. ആൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കുറവാണ് കിട്ടാറ്. കാരണം ഇവർക്കൊക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമ്മളിങ്ങനെയൊക്കെ അവനും കൊണ്ട് പുറത്ത് പോകാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഷാലുട്ടി അവൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിനും കയറാനിരിക്കാനൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓനിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം ഓന് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആൾക്കൊരു അതിൻ്റെ ഒരു പേടിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവനും ഫുള്ള് എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വാ, ഞാൻ പിടിച്ചോളാം, വികൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഓനങ്ങനെ പേടിയുള്ളതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഓരോരോ റൈഡിൽ കയറുമ്പോൾ നമ്മൾക്കാണ് പേടി, ആൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കാരണം ഓനേക്കാളും വലിയ വലിയ കുട്ടികളാണ്. ഓന് വിഗോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനിടയിൽ ഇതാ വീണ്ടും വാട്ടർ ഡാൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടുട്ടോ. ഭയങ്കര രസമാണിത് കാണാൻ. ഇവിടെയുള്ള ഏകദേശം എല്ലാ റൈഡ്സിലും എമിക്കുട്ടി കയറിയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് അമ്മക്കും ഇങ്ങനെ പേടിയാവുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ചെയ്തോ വിഗൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓനക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓനെ എല്ലാത്തിലും കയറി എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ സമയം ഓന് കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു വാട്ടർ ഡാൻസും കൂടി ഉണ്ടായപ്പോൾ നമ്മൾ ജസ്റ്റ് അതും കൂടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിച്ചുള്ളത്. അപ്പോൾ എമിമോന് കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ചൊക്കെ കുറുമ്പും വാശി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വാശി കാണിച്ചപ്പോൾ ഞങ്ങൾ എന്നെ കവറിൽ ഇട്ടിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാലും ഷാൾട്ടും കൂടി വെറുതെ ഓനിങ്ങനെ പേടിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡൊക്കെ. ഈ ഒരു സമയമായപ്പോഴും ഒരു അടിപൊളി ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഒന്ന്. കാരണം എല്ലാവരും കൂടിയുള്ള ഈ ഒരു പുറത്ത് പോകലും കറങ്ങലും എല്ലാം ഭയങ്കര രസം തന്നെയായിരുന്നു. പെട്ടെന്ന് ദിവസം പോയ പോലെ തോന്നി. ഇനി ഇമ്പിയും ഷാലൂട്ടിയൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മളൊറ്റയ്ക്ക് ഇതൊക്കെ നമുക്ക് നല്ലോണം മിസ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളങ്ങനെ നേരെ വന്നിട്ടുള്ളത് ഫുഡ് വാങ്ങിക്കാനാണ്. അപ്പോൾ നമ്മളിന്ന് ബ്രോസ്റ്റ് വാങ്ങിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.